ഐതിഹാസിക കരുവള്ളൂർ സമരത്തിന് 79 വയസ്സ്. ഉള്ളു കാളുന്ന വിശപ്പിൽ നിന്നും പ്രതിരോധത്തിന്റെ പോർവിളികൾ ഉയർന്ന മഹാഭൂമിക. പറഞ്ഞു കേട്ട് കേട്ട് കാതിനിമ്പമാർന്ന വാക്യമാണ് കരുവള്ളൂരിന്റെ ചുവന്ന മണ്ണ് എന്നത്. വെറുതെ ചുവന്നതല്ല ഈ മണ്ണ്. 1946 ഡിസംബർ 20 കർഷകന്റെ ചുടുചോര വീണ് ഈ മണ്ണ് ചുകന്നത്. 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു കഴിഞ്ഞിട്ടും പട്ടിണി പാവങ്ങളുടെ വേദനയ്ക്ക് മാത്രം ഒരറുതി ഉണ്ടായില്ല. എങ്കിലും ജന്മിമാരുടെ പത്തായങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു. കുണിയനിലെ വയലിൽ കർഷകർ എല്ലു വെള്ളമാക്കി പണി ചെയ്തിട്ടും അവന്റെ മക്കളെ ഒരു നേരം പോലും ഊട്ടാൻ ആ കർഷകർക്ക് കഴിഞ്ഞില്ല. കോളറ കൊണ്ടും പട്ടിണി കൊണ്ടും കുഞ്ഞു മക്കളടക്കം വീണു മരിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ജനത ജന്മിമാരോട് പറഞ്ഞു, പൂഴ്ത്തിവയ്പ് നടക്കില്ല. നമ്മൾ പണിയെടുക്കുന്ന നെല്ല് അവരുടെ പത്തായം നിറക്കാൻ ഇനി തരില്ല. AV കുഞ്ഞമ്പു അടക്കമുള്ള നേതാക്കന്മാർ ജന്മിമാരോട് നേർക്കുനേർ നിന്നു പറഞ്ഞു, നെല്ലെടുപ്പ് ഇനി നടക്കില്ലെന്ന്. പക്ഷേ അത് ചെവിക്കൊള്ളാൻ ജന്മിമാർ കാത്തുനിന്നില്ല. അവർ പോലീസിന്റെ സഹായത്തോടെ കുണിയനിലേക്ക് എത്തുകയും നെല്ല് പിടിച്ചെടുക്കുവാനുള്ള നടപടികൾ നടത്തുകയും ചെയ്തു. ആദ്യ ശ്രമം പരാജയപ്പെട്ടതിനു ശേഷമാണ് MSP കാരുമായി ജന്മിമാർ ഈ കുണിയനിലേക്ക് എത്തിയത്. MSP കാരുമായി ജന്മിമാർ കുണിയനിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് കുണിയനിൽ ആദ്യം അറിയുന്നത് കോറോത്ത് പോയി തിരിച്ചു വന്ന പൊന്നൻ കുമ്പയാണ്. ഈ വാർത്ത കുണിയനിൽ മുഴുവൻ ഒരു കാട്ടുതീ പോലെ പടർന്നു പിടിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. വടക്ക് നിന്ന് ഒരു ജനക്കൂട്ടത്തെ അങ്ങനെ തന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ട് AV കുഞ്ഞമ്പുവും K കൃഷ്ണൻ മാസ്റ്ററും ഒക്കെ മുന്നോട്ട് വന്നു. കിഴക്ക് നിന്ന് P കുഞ്ഞിരാമൻ അടക്കമുള്ള നേതാക്കൾ ആളുകളെയും നയിച്ചുകൊണ്ട് കുണിയനിലേക്ക് അല്ലെങ്കിൽ കുണിയനിലെ പാടത്തിലേക്ക് എത്തിച്ചേർന്നു. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആകെ ഈ യന്ത്രത്തോക്കുകളുമായി വന്ന MSP കാരെയൊക്കെ തടുക്കാൻ വേണ്ടി ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കുറുവടിയും കവണയും കല്ലുകളും ഒക്കെ മാത്രമായിരുന്നു. പോലീസുകാരുടെ കയ്യിലെ യന്ത്രത്തോക്കിനോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും തങ്ങളുടെ സംഘബോധവും ആത്മാഭിമാനവും കൈമുതലാക്കി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് കുണിയനിലെ ധീരന്മാർ മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് നേരെ ഒന്നിനു പിറകെ ഒന്നായി നിറയൊഴിച്ചുകൊണ്ടിരുന്നു. സഖാവ് തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പുവും രക്തസാക്ഷിത്വം വരിച്ചു. കേവലം 14 വയസ്സ് മാത്രമായിരുന്നു കീനേരി കുഞ്ഞമ്പുവിന് അന്ന് പ്രായം. കീനേരി കുഞ്ഞമ്പുവിന്റെ സഹോദരി പറയുന്നത്, പോത്തുകളെയും കൊണ്ട് മേയ്ക്കുവാനായാണ് ആദ്യമായി കീനേരി കുഞ്ഞമ്പു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാണ്. പിന്നീടാണ് ആരൊക്കെയോ പറഞ്ഞറിയുന്നത് ആ വെടിവയ്പിൽ നമ്മുടെ കുഞ്ഞും പെട്ടുപോയോ എന്ന്. 14 വയസ്സുള്ള കീനേരി കുഞ്ഞമ്പുവും തന്റെ രക്തസാക്ഷിത്വം ഈ നാടിനു വേണ്ടി തന്റെ രക്തമൊഴുക്കി. കൂടാതെ AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, പുതിയടത്ത് രാമൻ എന്നിവരും മരിച്ചെന്ന് കരുതി പച്ചോലയിൽ കെട്ടി ഈ നെല്ല് കടത്തുവാൻ കൊണ്ടുവന്ന ചീനിയിലേക്ക് അവരെ തള്ളി. തിടിൽ കണ്ണന്റെയും കീനേരി കുഞ്ഞമ്പുവിന്റെയും ചേതനയറ്റ ശരീരം വീട്ടുകാർക്ക് ഒരു നോക്ക് കാണാൻ പോലും നൽകാതെ പയ്യന്നൂർ മൂരിക്കോവിലെ ഇപ്പോഴും അജ്ഞാതമായ എങ്ങോ മറവ് ചെയ്തു. വിശപ്പിൽ നിന്ന് തന്നെയാണ് കരുവള്ളൂർ സമരം ഉരുത്തിരിഞ്ഞു വന്നത്. മലബാറിലെ PCC സ്റ്റോറുകൾ വഴി ധാന്യങ്ങൾ വിതരണം ചെയ്ത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കർഷകന്റെ മക്കളുടെ ഒരു നേരത്തെ വിശപ്പെങ്കിലും മാറ്റണമെന്ന് കർഷക സംഘം നിരന്തരം ജന്മിമാരോട് ആവശ്യമുയർത്തിയിരുന്നു. ആ ആവശ്യം ചെവിക്കൊണ്ടതേയില്ല. പിന്നീടാണ് പ്രതിരോധത്തിന്റെ കോട്ട തീർക്കുവാനായി മുഷ്ടികൾ ഉയർത്തേണ്ടി വന്നത്. ഇവിടുത്തെ കർഷകർക്ക് അവരുടെ ചോര കൊണ്ട് ഈ മണ്ണ് ചുവപ്പിക്കേണ്ടി വന്നത്. ഇന്ന് ഓരോ ഡിസംബർ 20 വരുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മറ്റ് കർഷക സമരങ്ങൾക്ക് കരുത്തും പ്രചോദനവുമായി കരുവള്ളൂർ സമരത്തിന്റെ വീര ഇതിഹാസങ്ങൾ ഇങ്ങനെ തലമുറകൾ കൈമാറി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ കർഷകരൊഴുക്കിയ വിയർപ്പും ചോരയും ഒരു തുള്ളി പോലും പാഴായിട്ടില്ല. ഐതിഹാസികമായ ആ പോരാട്ടത്തിന്റെ ചരിത്രം കരുവള്ളൂരിനെ കയ്യൂര് പോലെയും പുന്നപ്ര വയലാർ പോലെയും കേവലം സ്ഥലനാമം എന്നതിനപ്പുറത്തേക്ക് സമരനാമമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണിന് പോലും ആ ചരിത്രം പറയാനറിയാം. ഇവിടുത്തെ കാറ്റിന് ചോരയുടെ മണമുണ്ടോ എന്ന് തോന്നിപ്പോകും ഇവിടെ നിൽക്കുമ്പോൾ. കരുവള്ളൂരിന്റെ ഇനിയും ഒരിക്കലും മറക്കാത്ത സമര ചരിത്രത്തിന്റെ ഓർമ്മകളുമായി കുണിയനിലെ മണ്ണിൽ നിന്നും KN വർഷ.